നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ഓണത്തിന് ദിവസങ്ങൾ മാത്രം. സപ്ലൈകോയുടെ ഓണം മേള തുടങ്ങി. അത്തം, ഉത്രാടം, തിരുവോണ കിറ്റുകൾ. സപ്ലൈകോ ഓണം മേളയിൽ ഓഫറുകളുടെ ആഘോഷം. വിദ്യാർത്ഥികളുടെ ലഹരി ഉപയോഗം റിപ്പോർട്ട് ചെയ്യണം. മറച്ചുവെച്ചാൽ സ്കൂളുകൾക്കെതിരെ കർശന നടപടിയെന്ന് ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ. വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കാതെ കേസുകൾ കൈകാര്യം ചെയ്യാൻ സർക്കാർ സംവിധാനം സജ്ജം. സംസ്ഥാനത്ത് പോലീസ് സ്റ്റേഷനുകളിൽ സമഗ്ര മാറ്റം. നാളെ മുതൽ സ്റ്റേഷൻ ഭരണം SI-മാർക്ക്. കോട്ടയം ജില്ലയിൽ 19 സ്റ്റേഷനുകളിൽ മാറ്റം. ചിങ്ങമാസ പൂജകൾക്ക് ശബരിമല നട ഞായറാഴ്ച തുറക്കും. ചിങ്ങം 1 മുതൽ വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം പടിപൂജ. വാർത്തകൾ വിശദമായി. ഓണത്തെ വരവേൽക്കാൻ വിപുലമായ ഒരുക്കങ്ങളുമായി സപ്ലൈകോയുടെ ഓണം മേള തുടങ്ങി. തിരുനക്കര പോലീസ് സ്റ്റേഷൻ മൈതാനത്താണ് ഓണമേള തുടങ്ങിയിരിക്കുന്നത്. അത്തം, ഉത്രാടം, തിരുവോണ കിറ്റുകൾ ഓണച്ചന്തയിലുണ്ട്. 12ലധികം ഇനങ്ങൾ സബ്സിഡിയിൽ ലഭിക്കും. സപ്ലൈകോ ഓണമേള തുടങ്ങി. ഓണസദ്യയ്ക്ക് ആവശ്യമായ പ്രധാന സാധനങ്ങളും ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും ഉൾപ്പെടുത്തിയ പ്രത്യേക ഗിഫ്റ്റ് കിറ്റുകൾ ഉൾപ്പെടെ നിരവധി ഓഫറുകളാണ് കോട്ടയം തിരുനക്കരയിലെ സപ്ലൈകോ ഓണമേളയിൽ സന്ദർശകരെ കാത്തിരിക്കുന്നത്. അരി, വെളിച്ചെണ്ണ, പഞ്ചസാര, വിവിധ ശബരി മസാലകൾ തുടങ്ങി 21 ഇനങ്ങൾ അടങ്ങിയ 1280 രൂപ വിലയുള്ള അത്തം ഓണ സമ്മാന കിറ്റ് 1000 രൂപയ്ക്ക് ലഭിക്കും. 25 ഇനങ്ങൾ അടങ്ങിയ ഉത്രാടം കിറ്റ് പരമാവധി വിൽപ്പന വിലയിൽ നിന്നും 380 രൂപ കുറച്ച് 1500 രൂപയ്ക്കും 30 ഇനങ്ങളുള്ള പ്രീമിയം തിരുവോണം കിറ്റ് 540 രൂപ വിലക്കുറവിൽ 2000 രൂപയ്ക്കും ലഭിക്കും. പുട്ടുപൊടി, സേമിയ, പായസക്കൂട്ട്, മുളകുപൊടി, മഞ്ഞൾപ്പൊടി തുടങ്ങി 9 പ്രീമിയം ശബരി ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ശബരി സിഗ്നേച്ചർ കിറ്റ് 75 രൂപയിലധികം വിലക്കുറവിൽ 299 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഓണസമ്മാനമായി നൽകാൻ സപ്ലൈകോയുടെ ഗിഫ്റ്റ് കാർഡുകളുമുണ്ട്. 500, 1000 രൂപ മൂല്യമുള്ള ഈ കാർഡുകൾ ഉപയോഗിച്ച് സപ്ലൈകോ ഔട്ട്ലെറ്റിൽ നിന്നും ആവശ്യമായ ഉൽപ്പന്നങ്ങൾ വാങ്ങാം. 1500 രൂപയുടെ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്നവർക്ക് ഓണക്കാലത്ത് 100 രൂപ മൂല്യമുള്ള ഒരു കൂപ്പൺ സമ്മാനമായി ലഭിക്കും. സെപ്റ്റംബർ 1 മുതൽ ഒക്ടോബർ 31 വരെ 1000-ഓ അതിൽ കൂടുതലോ വിലയ്ക്ക് സബ്സിഡി ഇതര സാധനം വാങ്ങുമ്പോൾ ഈ കൂപ്പൺ റെഡീം ചെയ്യാം. 1000 രൂപയുടെ ഓരോ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ നൽകും. FMCG കമ്പനികളുടെ 300-ലധികം ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേകം ഓഫറുകളും വിലക്കുറവുമുണ്ട്. സപ്ലൈകോയുടെ സ്വന്തം ബ്രാൻഡായ ശബരി ഉൽപ്പന്നങ്ങളും ചേർത്തുള്ള പ്രത്യേക കോംബോ ഓഫറുകളുമുണ്ട്. ചെറുപയറിന് 1 കിലോയ്ക്ക് സബ്സിഡിയായി 85 രൂപ നൽകിയാൽ മതി. ഉഴുന്ന് 1 കിലോ 87 രൂപയ്ക്കും കടല 63 രൂപയ്ക്കും വൻപയർ 1 കിലോ 68 രൂപയ്ക്കും തുവരപ്പരിപ്പ് 1 കിലോ 83 രൂപയ്ക്കും ലഭിക്കും. മുളക് 1 കിലോ 136 രൂപയ്ക്കും മല്ലി 500 ഗ്രാം 47 രൂപ 25 പൈസയ്ക്കും ലഭിക്കും. പഞ്ചസാര 1 കിലോയ്ക്ക് 34 രൂപ 65 പൈസയാണ് വില. വെളിച്ചെണ്ണ 1 ലിറ്ററിന് 249 രൂപയാണ്. ജയഅരി 1 കിലോ 33 രൂപയ്ക്ക് സബ്സിഡി വിലയായി ലഭിക്കും. മട്ട അരി 1 കിലോ 33 രൂപയ്ക്കും പുഴുക്കലരി അല്ലെങ്കിൽ പച്ചരി 1 കിലോഗ്രാമിന് 27 രൂപയ്ക്കും ലഭിക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വിദ്യാർത്ഥികളുടെ ലഹരി ഉപയോഗം റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ സ്കൂളുകൾക്കെതിരെ കർശന നടപടിയെന്ന് ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ. വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കാതെ ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യാൻ സർക്കാർ സംവിധാനത്തിന് സാധിക്കുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. വിദ്യാർത്ഥികൾ ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടും ഇക്കാര്യം അധികൃതരിൽ നിന്ന് മറച്ചുവെക്കുന്ന സ്കൂളുകൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ. ലഹരി പദാർത്ഥമായ THC കലർന്ന മിഠായി സ്കൂൾ വിദ്യാർത്ഥികൾ ഉപയോഗിച്ചതിന് 34 കേസുകളാണ് എക്സൈസ് വകുപ്പ് ജില്ലയിൽ അടുത്തിടെ എടുത്തത്. കേസുകൾ കണ്ടെത്തുമ്പോൾ സ്കൂളിന്റെ സൽപ്പേരിനെ ബാധിക്കുമെന്ന് ഭയന്ന് റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയും കുട്ടികളെ സ്കൂളിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കാതെ ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യാൻ സ്കൂളുകൾക്ക് കർശന നിർദ്ദേശം നൽകണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. എല്ലാ സ്കൂളുകളിലും പരാതിപ്പെട്ടി സ്ഥാപിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം. പരാതികൾ സമയബന്ധിതമായി പരിശോധിച്ച് വകുപ്പ് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ഓണത്തോടനുബന്ധിച്ച് അനധികൃത മദ്യത്തിന്റെയും ലഹരി മരുന്നുകളുടെയും വിൽപ്പന തടയുന്നതിന് എക്സൈസ്, പോലീസ് സംയുക്ത പരിശോധന ശക്തമാക്കും. ഇതിനായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ തുറക്കും. എക്സൈസിന്റെ ഓണം സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവിന്റെ ഭാഗമായി ജില്ലയിലെ റേഞ്ച്, സർക്കിൾ തലങ്ങളിൽ വാഹന പരിശോധന, സ്ഥാപന പരിശോധന, രാത്രികാല പരിശോധന, അതിർത്തി പ്രദേശങ്ങളിലെ നിരീക്ഷണം എന്നിവ ശക്തമാക്കി. ന്യൂസ് ബ്യൂറോ,
കോട്ടയം. സംസ്ഥാനത്ത് പോലീസ് സ്റ്റേഷനുകളുടെ ഭരണത്തിൽ നാളെ മുതൽ പരിഷ്കാരം. സ്റ്റേഷൻ ഭരണം ഇനി മുതൽ SI-മാർക്കായിരിക്കും. കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളെ ജനകീയമാക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായി പോലീസ് സ്റ്റേഷൻ ഭരണത്തിൽ നാളെ മുതൽ അടിമുടി മാറ്റം. സ്റ്റേഷൻ ഭരണം ഇനി മുതൽ SI-മാർക്ക്. പ്രധാനപ്പെട്ട 64 പോലീസ് സ്റ്റേഷനുകളിൽ മാത്രമേ ഇൻസ്പെക്ടർമാർ SHO-മാരായി തുടരുകയുള്ളൂ. കേരള പോലീസ് സംവിധാനത്തിൽ പോലീസ് സ്റ്റേഷനുകളുടെ മുഖച്ഛായ മാറ്റുന്ന കർമ്മ പദ്ധതിക്ക് നേതൃത്വം നൽകുകയാണ് സർക്കാരെന്നും കേരള പോലീസിനെ സംബന്ധിച്ച് ചരിത്രപരമായ തീരുമാനമാണിതെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. രാജ്യത്ത് ആദ്യമായാണ് പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുള്ള പരിഷ്കരണം നടപ്പാക്കുന്നത്. കസ്റ്റഡി മർദ്ദനങ്ങളും അനധികൃത തടവുകളും പൂർണ്ണമായും ഒഴിവാക്കി ശാസ്ത്രീയമായ അന്വേഷണ രീതികൾ നടപ്പാക്കുന്നതിനാണ് സർക്കാരിന്റെ പ്രഥമ പരിഗണന. ജനങ്ങളോട് മാന്യമായി പെരുമാറാനുള്ള പ്രത്യേക പരിശോധന ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കുൾപ്പെടെ നൽകും. 20 വർഷം പിന്നിട്ട ജനമൈത്രി സുരക്ഷാ പദ്ധതി കൂടുതൽ ആധുനികവൽക്കരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. പൊതുജനങ്ങളിൽ നിന്നും പ്രതിമാസ അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നതിനായി DIG-മാരുടെ നേതൃത്വത്തിൽ സ്വതന്ത്ര സംവിധാനം കൊണ്ടുവരും. പരാതികളുടെ എണ്ണം, FIR രജിസ്റ്റർ ചെയ്യൽ എന്നിവ DGP-യുടെ നേതൃത്വത്തിൽ ഡിജിറ്റലായി നിരീക്ഷിക്കുക എന്നിവയാണ് നടപ്പാക്കാനിരിക്കുന്ന പ്രധാന മാറ്റങ്ങൾ. കോട്ടയം ജില്ലയിലെ 32 സ്റ്റേഷനുകളിൽ 19 സ്റ്റേഷനുകൾ പുതിയ സ്കീമിന്റെ ഭാഗമാകും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല നട ഈ മാസം 16-ന് തുറക്കും. വൈകുന്നേരം 5 മണിക്ക് തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് ഈടി നട തുറന്ന് ദീപം തെളിയിക്കും. ശേഷം 18-ാം പടിക്ക് താഴെ ആഴിയിൽ അഗ്നി പകരും. ചിങ്ങം 1-ന് പുതുവർഷ ദിനത്തിൽ രാവിലെ 5 മണിക്ക് ദർശനത്തിന് നട തുറക്കും. അന്നു മുതൽ വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം 18-ാം പടിയിൽ പടിപൂജയുണ്ടായിരിക്കും. ചിങ്ങമാസ പൂജകൾ പൂർത്തിയാക്കി ഓഗസ്റ്റ് 21-ന് രാത്രി 10 മണിക്ക് നടയടയ്ക്കും. രാജ്യത്തിന്റെ 80-ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി BJP കോട്ടയം വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരംഗയാത്ര നടത്തി. വന്ദേ മാതരം ദേശീയഗാനത്തിന്റെ പദവിയിലേക്ക് ഉയർത്തിയത് ദേശസ്നേഹിയായ ഭരണാധികാരി രാജ്യം ഭരിക്കുന്നതുകൊണ്ടാണെന്ന് തിരംഗയാത്ര ഉദ്ഘാടനം ചെയ്ത് PC ജോർജ് പറഞ്ഞു. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ 80-ാം സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ ഭാഗമായി BJP കോട്ടയം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി തിരംഗയാത്ര നടത്തി. BJP ദേശീയ സമിതി അംഗം PC ജോർജ് ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യ സമര നായകർക്ക് ആവേശം പകർന്ന് വന്ദേ മാതര ഗാനത്തെ ദേശീയ ഗാനത്തിന്റെ പദവിയിലേക്ക് ഉയർത്തിയത് ദേശസ്നേഹിയായ ഭരണാധികാരി രാജ്യഭരണത്തിൽ വന്നതുകൊണ്ട് മാത്രമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഭാരതത്തിന്റെ സമഗ്ര വികസനം എന്ന ലക്ഷ്യത്തിലേക്ക് നാം അടുക്കുകയാണെന്നും അതിനായി 67 വർഷങ്ങൾ സ്വതന്ത്ര ഭാരതം കാത്തിരിക്കേണ്ടി വന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്വാതന്ത്ര്യദിനം 15-ാം തീയതിയാണ്. അതിനോടനുബന്ധിച്ചുള്ള യാത്രയാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചത് ജില്ലാന്റെ നേതൃത്വത്തിൽ. ഒരു സംശയം വേണ്ട, 15-ാം തീയതി കോട്ടയം ജില്ലയിലെ 15,000-ത്തോളം വരുന്ന പോയിന്റുകളിൽ വന്ദേ മാതരം ആലപിച്ചുകൊണ്ട് 100 കണക്കിന് ആളുകളുടെ പ്രവർത്തനം ഉണ്ടാവും എന്ന് നിങ്ങളെ ഞാൻ അറിയിക്കും. 15,000 സ്ഥലങ്ങളിൽ വന്ദേ മാതരം ആലപിക്കും. നിങ്ങളും ആ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. BJP വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ ലിജിൻ ലാൽ, സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി, കർഷക മോർച്ച അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് S ജയസൂര്യൻ, യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി വിഷ്ണു വഞ്ചിവല, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ NK ശശികുമാർ, S രതീഷ്, ലാൽ കൃഷ്ണ, പാർട്ടിയുടെ ജില്ലാ മണ്ഡലം നേതാക്കൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ദേശീയ പതാകയുടെയും ദേശഭക്തി ഗാനങ്ങളുടെയും അകമ്പടിയോടുകൂടി നടന്ന തിരംഗയാത്ര കോട്ടയം കളക്ട്രേറ്റിന് മുൻപിൽ നിന്നും ആരംഭിച്ച് തിരുനക്കര പഴയ ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചുമട്ടുതൊഴിലാളികൾ കോട്ടയത്തെ ജില്ലാ ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ക്ഷേമ ബോർഡ് സംവിധാനം പുനഃസ്ഥാപിക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. കോട്ടയം ജില്ലാ ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് ഓഫീസിലേക്ക് CITUവിന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. ക്ഷേമ ബോർഡ് സംവിധാനം പുനഃസ്ഥാപിക്കുക, തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ ഉടൻ വിതരണം ചെയ്യുക, ഉദ്യോഗസ്ഥരുടെ അന്യായമായ സ്ഥലമാറ്റം അവസാനിപ്പിക്കുക, താൽക്കാലിക ജീവനക്കാരെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് CITUവിന്റെ നേതൃത്വത്തിൽ ധർണയും മാർച്ചും നടത്തിയത്. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് മണിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം കേരള ചുമട്ടുതൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KR അജയൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ മെയ് മാസം നടന്ന തെരഞ്ഞെടുപ്പിന് റിസൾട്ട് വന്നതിന് ശേഷം 3 മാസക്കാലം പിന്നിടുകയാണ്.
കേരളം ആർജിച്ചെടുത്ത സകല നേട്ടങ്ങളെയും പിന്നോട്ടടിക്കുന്ന ഒരു കാലഘട്ടം പോലെ തന്നെയാണ്. ചുമട്ടുതൊഴിലാളി മേഖലയിലെ സാധാരണക്കാരെ തൊഴിലാളികൾക്ക് ആനുകൂല്യം നൽകേണ്ട ആ ബോർഡിനെ നോക്കുകുത്തിയായി നിർത്തിക്കൊണ്ട് ഇപ്പോൾ ഏതാനും ചില വ്യക്തികൾ തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് അത്തരത്തിലെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ സ്ഥലം മാറ്റിക്കൊണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള തങ്ങളുടെ വലിയ രീതിയിൽ വിയോജിപ്പ് ഉള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ ആ രീതിയിൽ നിഷ്കരണം സ്ഥലം മാറ്റിക്കൊണ്ട് ബോർഡിനെ തകർക്കാൻ കഴിയുന്ന പ്രവർത്തനം സംഘടിപ്പിക്കുന്നത്. VK സുരേഷ് കുമാർ, TM രാജു, KM അഷ്റഫ്, TR വേണുഗോപാൽ, KP രാജു തുടങ്ങിയവർ പ്രസംഗിച്ചു. തൊഴിലാളികൾ സമരത്തിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ തൊടുപുഴ റൂട്ടിൽ മാനത്തൂരിൽ വാഹനാപകടം. പിക്കപ്പ് വാനും ലോറിയും കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. ആലപ്പുഴ സ്വദേശികളായ വിപിൻ രാജ്, വിനീത, രാഹുൽ, ദിവ്യ എന്നിവർക്കാണ് പരിക്കേറ്റത്. ക്യാബിനുള്ള പിക്കപ്പ് വാനിൽ സഞ്ചരിച്ചവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ചേർപ്പുങ്കൽ മാർസ്ലിവ മെഡിസിറ്റിയിൽ പ്രവേശിപ്പിച്ചു. 14 അവയവങ്ങൾ മരണാനന്തരം ദാനം ചെയ്യാൻ സമ്മതപത്രം നൽകി നിഷ ജോസ് കെ മാണി. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷനിലാണ് അവയവദാന സമ്മതപത്രം രജിസ്റ്റർ ചെയ്തത്. കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി MPയുടെ ഭാര്യയായ നിഷ അവയവദാനത്തിന് തയ്യാറാകാൻ സമൂഹത്തിന് പ്രചോദനം നൽകുകയാണ്. എന്ത് കാര്യം ഞാൻ ചെയ്താലും ഫാമിലി ആയിട്ട് സംസാരിച്ചിട്ടേ ചെയ്യത്തുള്ളൂ, അല്ലാതെ വെറുതെ എടുത്തു ചാടി ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇപ്പൊ പറഞ്ഞ വർഷങ്ങളായിട്ടൊരു തോട്ട് പ്രോസസ്സ് ചെയ്തു വന്നു. അങ്ങനെ ഇരുന്നപ്പോൾ വീണ്ടും ഞാനൊരു പ്രോഗ്രാമിന് ചെന്നപ്പോൾ അവിടെ സുമ തരകൻ എന്ന് പറഞ്ഞൊരു സ്ത്രീ അവര് ഈ ഓർഗൻ ഡൊണേറ്റ് ചെയ്തു, ഓർഗൻസ് പ്ലെഡ്ജ് ചെയ്തു റോട്ടറിയുടെ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ. അപ്പം എനിക്കും തോന്നി എന്നാ ഐ ഡു ഇറ്റ്. അപ്പം തന്നെ ഞാനിരുന്ന് പ്ലെഡ്ജ് ചെയ്തു. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഫാമിലി ആയിട്ട് സംസാരിച്ച് അവരുടെ എല്ലാവരുടെ അടുത്തും, കാരണം നമ്മളൊരു കാര്യം ചിന്തിക്കുന്നു, നമ്മളൊരു കാര്യം തീരുമാനിക്കുന്നു, പക്ഷേ ഫാമിലി കൂടെ ഇല്ലെങ്കിൽ ഇതിൽ ഒന്നിനും ഒരു മുമ്പോട്ട് പോകാൻ നടക്കുന്നത്. എല്ലാം കഴിഞ്ഞ് ഞാനത് പോസ്റ്റ് ചെയ്തത് കാരണം വേറെ ഒന്നുമല്ല. ഇപ്പം ഹെയർ ഡൊണേഷൻ 2013 തുടങ്ങിയപ്പോഴും അന്നും അതൊരു ഓപ്പൺ ഇവന്റ് ആയിട്ട് തന്നെ ചെയ്യേണ്ട കാര്യം കൂടുതൽ പേര് ഇങ്ങനെ ചെയ്യണം. അന്ന് ഒത്തിരി ക്രിറ്റിസിസം കേട്ടു, പബ്ലിസിറ്റി ഇപ്പോഴും ഇടയ്ക്ക് 1-2 ഇങ്ങനെ ചീറ്റിലും ഇതുകൊണ്ട്. പക്ഷെ ഐ നോട്ട് ബോദർ. നമുക്കറിയാം എന്തിനാണ് നമ്മളിത് ചെയ്യുന്നതെന്ന്. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന്റെ ചരിത്രം പറയുന്ന ബോളിവുഡ് ചിത്രം ബഡ്വാര 1947 റിലീസായപ്പോൾ മലയാളത്തിന് അഭിമാനമായി പാമ്പാടിയിലെ സ്വാതി കമൽ. ചിത്രത്തിന്റെ ഛായാഗ്രാഹകൻ സന്തോഷ് ശിവന്റെ അസിസ്റ്റന്റാണ് ക്യാമറാമാൻ സ്വാതി കമൽ. പാമ്പാടി ഇലക്കൊടിഞ്ഞി പൂവത്തിനാക്കുഴി വീട്ടിൽ PK സാബു വാസുകി ദമ്പതികളുടെ മകനാണ്. ഹൃദേശ് ദേശ്മുഖ് സംവിധാനം ചെയ്ത രാജ ശിവാജിയിലും സന്തോഷ് ശിവന്റെ അസിസ്റ്റന്റായിരുന്നു സ്വാതി കമൽ. പുലിയന്നൂർ അള്ളുങ്കൽ കുന്ന് റോഡ് പൂർണ്ണമായും തകർന്നു. കുടിവെള്ള പൈപ്പുകൾ സ്ഥിരമായി പൊട്ടിയൊഴുകുന്നത് റോഡ് തകരാൻ കാരണമായിട്ടുണ്ട്. പുലിയന്നൂർ അള്ളുങ്കൽ കുന്ന് റോഡ് തകർന്ന് യാത്രായോഗ്യമല്ലാതായി. ടാറിംഗ് തകർന്ന് വലിയ കുഴികൾ രൂപപ്പെട്ടതോടെ കാൽനടയാത്ര പോലും ദുഷ്കരമായി. പ്രദേശത്തേക്ക് കുടിവെള്ളം എത്തിക്കുന്ന പൈപ്പുകൾ റോഡിന് നടുവിലൂടെയാണ് കടന്നു പോകുന്നത്. ഇവ നിരന്തരമായി പൊട്ടുന്നതാണ് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണം. നേരിയ മഴ പെയ്താൽ പോലും റോഡിൽ വലിയ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നു. സമീപത്തെ കോൺക്രീറ്റ് നിർമ്മാണം കാരണം വെള്ളമഴക്ക് പൂർണ്ണമായും റോഡിലൂടെയായതും റോഡ് തകരാൻ കാരണമായിട്ടുണ്ട്. റോഡിൽ 1/2 കിലോമീറ്ററോളം കുഴികൾ രൂപപ്പെട്ടതോടെ ഒരു കുഴിയിൽ നിന്ന് അടുത്ത കുഴിയിലേക്ക് ചാടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. 2 ഏക്കർ വാഹനങ്ങൾ ഉൾപ്പെടെ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെടുന്നതും പതിവായി. കുഴികളിലിറങ്ങി വാഹനങ്ങളുടെ ലൈറ്റുകളും ഭാഗങ്ങളും തകർന്നിട്ടുണ്ട്. റോഡിന്റെ അറ്റകുറ്റപ്പണികൾ എത്രയും വേഗം പൂർത്തിയാക്കി ഗതാഗത യോഗ്യമാക്കണമെന്നും പൈപ്പ് ലൈനുകളുടെ ചോർച്ച ശാശ്വതമായി പരിഹരിക്കണമെന്നുമാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, പാലാ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓണത്തിന് ദിവസങ്ങൾ മാത്രം. സപ്ലൈകോയുടെ ഓണം മേള തുടങ്ങി. അത്തം, ഉത്രാടം, തിരുവോണ കിറ്റുകൾ. സപ്ലൈകോ ഓണം മേളയിൽ ഓഫറുകളുടെ ആഘോഷം. വിദ്യാർത്ഥികളുടെ ലഹരി ഉപയോഗം റിപ്പോർട്ട് ചെയ്യണം. മറച്ചുവെച്ചാൽ സ്കൂളുകൾക്കെതിരെ കർശന നടപടിയെന്ന് ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ. വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കാതെ കേസുകൾ കൈകാര്യം ചെയ്യാൻ സർക്കാർ സംവിധാനം സജ്ജം. സംസ്ഥാനത്ത് പോലീസ് സ്റ്റേഷനുകളിൽ സമഗ്ര മാറ്റം. നാളെ മുതൽ സ്റ്റേഷൻ ഭരണം SI-മാർക്ക്. കോട്ടയം ജില്ലയിൽ 19 സ്റ്റേഷനുകളിൽ മാറ്റം. ചിങ്ങമാസ പൂജകൾക്ക് ശബരിമല നട ഞായറാഴ്ച തുറക്കും. ചിങ്ങം 1 മുതൽ വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം പടിപൂജ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.